Hello guys, welcome back to my YouTube channel Jimali Vlogging. So, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മളെ ഇന്നത്തെ വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10th പഠിച്ച സ്കൂളിലോട്ട് പോകാൻ പോകണം. സോ ഇന്നാണ് നമ്മളെ SLT സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. സോ അതുകൊണ്ടൊന്ന് പോകണം. ഉച്ചയ്ക്ക് 1 മണിക്ക് എന്തോ കിട്ടുമെന്നാണ് പറഞ്ഞത്. സോ 1 മണിക്ക് കിട്ടും. നമുക്കിവിടെ നിന്ന് ഒരു 12:30 ആകുമ്പോൾ ഇറങ്ങണം. ഇപ്പോഴായിട്ട് ഇനി പല്ലേജേ ഉള്ളൂ, 10:30 ആയി. ഇന്ന് സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ എനിക്കിന്ന് ക്ലാസ്സുള്ളതാണ്. ക്ലാസ്സിന് പോകാത്തത് കൊണ്ട് താമസിച്ചാണ്. എന്നും സ്കൂളിൽ പോണ ദിവസമായിരുന്നാലും താമസിച്ച് കിടന്നിട്ട് നേരത്തെ എണീക്കും, അല്ലാത്ത ദിവസമായിരുന്നാലും താമസിച്ച് എണീക്കും. സോ അപ്പോൾ നമുക്കിനി പോകണം. എൻ്റെ കൂട്ടുകാരവിടെ പോകാറ് വരും. അപ്പോൾ അവനെ വിളിച്ചിട്ട് പോയി, അവന് എൻ്റെ കൂടെ പഠിച്ചാണ് 10th. സോ അവനെ കാണിക്കാം, സ്കൂളൊക്കെ കാണിക്കാം. പിന്നെ അവിടെ പോകുമ്പോൾ ടീച്ചറിൻ്റെ എന്തൊക്കെ കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞോളാം. സോ അതൊക്കെ പോയി എല്ലാം വാങ്ങാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് സംഭവം എല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ കയറണം. നമ്മുടെ ആക്ഷൻ ക്യാമറ ഈ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് സാധനം എത്തണില്ല കേസ്. ഒരിക്കൽ ഒന്ന് എത്തി ഓട്ടോമാറ്റിക് ക്യാൻസലായിപ്പോയി. പിന്നെ അടുത്ത് ഓർഡർ ചെയ്താൽ അത് അനങ്ങണില്ല, അവിടെ ഷിപ്പിഡ് പോലും ആയില്ല ഇതൊരിക്കൽ. സോ നമുക്ക് പുറത്തു നിന്ന് എടുക്കാൻ നോക്കാം. 2-3 കടയിൽ അന്വേഷിക്കാം. പിന്നെ ഈ RCയുടെ കാര്യമാണ് ഇപ്പം ഞാൻ മെയിനായിട്ട് നമ്മൾ വല വരെ പിടിച്ചു കേസ് ഇരുന്നിരുന്നു. RC ബാറ്ററിക്ക് ഇനി തപ്പണം. നമ്മൾ പോണ വഴിക്ക് ഒരു കട ഉണ്ട്, അപ്പോൾ അവിടെ കൂടെ ഒന്ന് ചോദിക്കാം RC ബാറ്ററി ഉണ്ടോ എന്ന്. അപ്പം ഇപ്പം എന്തായാലും ഇറങ്ങാം. ഇപ്പം അല്ല, ഇപ്പോൾ പോയിട്ട് കാര്യമില്ല. ഒരു 12:30 ആകുമ്പോൾ അവനെ വിളിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ അതായിരിക്കും. പിന്നെ നമ്മളെ ഗെയിമിംഗ് ചാനലിൽ വീഡിയോ വരുമെന്ന് പറഞ്ഞ് സംഭവം ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോഡിലെടുത്ത് നമ്മളെ ലോക്കൽ ലൈവ് പോയി അതിനെ റെക്കോർഡ് ചെയ്ത് നമ്മളെ ഫേസ് ക്യാമറ ലോക്കൽ ലൈവ് പോകുമ്പോൾ ഫേസ് ക്യാമറ വയ്ക്കാൻ പറ്റും സൈഡിൽ. സോ അങ്ങനെ ഇപ്പോൾ 2 ഫോണൊന്നുമില്ല, നമുക്ക് ഈ ഒരു ഒറ്റ ഫോൺ മാത്രമേ ഉള്ളൂ. ഇതുണ്ടായിരുന്നു. ഇത് സംഭവം കിറുക്ക് പിടിക്കുമ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സ്ക്രീനിൻ്റെ ഭാഗത്ത് 2 ഇടി കൊടുത്തു. അതിന് ശേഷം ഓണാൻ പറ്റില്ല, അതും പോയി. സോ അങ്ങനെ ലൈവ് വരുമ്പോൾ ഡിസ്കോഡിൽ നമ്മളെ ഇത്ര സ്ക്രീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ നമ്മളെ ഫേസ് ക്യാം കാണിക്കും. പിന്നെ ബാക്കിയുള്ള ലൈവ് ചാറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ കാണിക്കണം. അത് ഞാൻ സ്ക്രീൻ റെക്കോർഡർ എടുത്തില്ലാന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഈ സ്ക്രീൻ നടക്കുമ്പം നമ്മൾ ലൈവ് സ്ട്രീം ഓണാവും. അപ്പോൾ നമുക്ക് ഈ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്തിരുന്നാൽ ഓട്ടോമാറ്റിക് ഓഫായി പോകും. സോ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പം മെയിനായിട്ട് പറ്റിയിരുന്നത്. അതുപോലെ എന്നിട്ട് ഞാൻ ഡിസ്കോഡിൽ കയറ്റി നമ്മളെ ഫേസ് ക്യാം ഓണാക്കിയിട്ട് ബാക്ക് അടിക്കുമ്പം ഫേസ് ക്യാം സ്ക്രീനിൽ പറഞ്ഞില്ല കേസ്. അതും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഗെയിമിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോണും കൂടെ എടുത്തിരുന്നാലും നമുക്ക് സൈഡിൽ ഫേസ് ക്യാം ഓണാക്കി വെച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കാതിൽ ഇന്നാണ് കമ്പനി എടുത്തിട്ട് സാധനം കയറുന്നില്ലായിരുന്നു, കുത്തിക്കയറ്റി. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല, ഞാൻ പോയി കഴിക്കട്ടെ. ഓക്കെ, ബൈ. സോ ഗൈസ്, നമ്മൾ പോവുകയാണ്. സോ മഴയായിരുന്നപ്പോൾ സീനൊന്നുമില്ലായിരുന്നു, നല്ല വെയിലും. സോ ബാഗ് എടുത്തിട്ടുണ്ട്. ബാഗിൽ കയറൊന്നുമില്ല. ഹാൾ ടിക്കറ്റ് ഒരു പേനേ ഉള്ളൂ. ഹാൾ ടിക്കറ്റ് അവിടെ കാണിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. സോ നേരെ ഇനി സ്കൂളിലോട്ട് പോവാം. അതിനു മുമ്പേ ആദ്യം ഒരു കൂട്ടുകാരൻ്റെ പൂവാർ ജംഗ്ഷനിൽ എത്താറാകുമ്പോൾ ഒരു കൂട്ടുകാരൻ വരും. അവിടെ എത്തും. അവനെ വിളിച്ചുകൊണ്ട് വേറൊരുത്തൻ്റെ വീട്ടിൽ പോകണം. അവനെയും തൂക്കിയിട്ട് വേണം സ്കൂളിൽ പോകാൻ. സോ അവിടെ ആരൊക്കെ കാണും, എന്തൊക്കെ കളിയാക്കൽ ഏറ്റുവാങ്ങണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം, പറഞ്ഞിടത്ത് വെച്ചാണ്. സോ അടത്തിട്ട് ഓടിയെടുക്കാം. നല്ല വെയിലാണ്. ഇവിടെ ഒരു ഇച്ചിരി തണലുണ്ട്. മറ്റേ മരങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ. അവിടെ എത്തിയിട്ട് നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോകാം. അങ്ങോട്ട് വലിയ സീനില്ല ഗൈസ്, മരങ്ങളും കാര്യങ്ങളുണ്ട്.
വെയിൽ വലുതായിട്ടില്ല. സോ ഇനി ജംഗ്ഷനിലെത്തട്ടെ വീഡിയോ എടുക്കാം. സോ ഗൈസ് മെയിൻ ടാസ്ക് എന്ന് വെച്ചതാ ആ കുളം കഴിയണം. ഗൈസ് ഇതാണ് മെയിൻ ടാസ്ക്. റിസ്ക്കാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാന്നേ. ഗൈസ് മെയിൻ റോഡെത്തി. ഇവിടെ ലിഫ്റ്റ് അടിച്ച് ജംഗ്ഷനിൽ പോകണം. ജംഗ്ഷനിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് വീട്ടിൽ പോകണം. ബസ് കയറണുണ്ട്. ബാഗ് വാങ്ങിച്ചടാ മെയില് പുതിയത് തന്നെ. ഫോട്ടോ തന്നെ നീയൊക്കെ തന്നെ ഇപ്പൊ എടുത്തിട്ട് നോക്കതേ കൊള്ളാം. നോക്ക് വീഡിയോ. പതുക്കെ കൂട്ടിയുടെ താഴത്തെ. സോ ഗൈസ് വീട്ടിലോട്ട് പോകണം. സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്. പുതിയ SLT സർട്ടിഫിക്കറ്റ് മാത്രമല്ല, പിന്നെ ഒരു SPC ഉണ്ടായിരുന്നു. അപ്പോൾ SPCക്ക് ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ SPCയുടെ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ വാങ്ങിച്ചെടുത്താൽ വീട്ടിലോട്ട് പോകണം. വേറൊരു വഴിയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. നമുക്ക് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്യാമറയുടെ കാര്യം എന്ന് വെച്ചാൽ കുറേ കടയിലെത്തി ദൂരം വിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കൂടെ കഴിച്ചില്ല. ഇതെന്താ പട്ടി കിട്ടി നൈസ് വെള്ളപ്പട്ടി കഴിച്ചു. വയ്യാതായി കഴിച്ചു നടന്ന് ഇനിയും കുറേ ദൂരം നടക്കണം വീടെത്തണം. കടയിൽ കുറേ നടന്ന് ചത്തു. സോ പോണ വഴിക്ക് ഒരു അക്യൂർത്തി കയറിയായിരുന്നു. ഒരു പട്ടിയെ നോക്കി ഒരു 3500 പക്ഷെ കിട്ടില്ല സാധനം. വീട് പോണം. അയ്യോ വയ്യ. ഒരു പട്ടി അയ്യോ കടിക്കോ. ക്ലബുണ്ടെന്നാണ് സ്പേമായിരിക്കും. അയ്യോ ആരെങ്കിലും ഒരു വണ്ടി കൊണ്ടുവരുമോ? അയ്യാ സത്ത്. ഇപ്പം 3:30 കറക്റ്റ് 3:30. ഒന്നും തിന്നിട്ടില്ല. അതുകൊണ്ട് 12 മണിക്ക് പോയതാണ് നമ്മൾ. ഒരു ജ്യൂസും വാങ്ങിച്ച് 4 രൂപയ്ക്ക് ഒരു 2 തേൻ മിഠായും ഒരു ഗ്യാസിൻ്റെ മിഠായും വാങ്ങിച്ച് അത് കഴിച്ച് ജ്യൂസ് കുടിക്കണം. പിന്നെ ഒരു ജിം ജാമിൻ്റെ ബിസ്ക്കറ്റും വാങ്ങിച്ച് ഈ ജ്യൂസ് 2 എണ്ണം വാങ്ങിച്ച് അങ്ങനെ 25 രൂപ കാലി. ഇത് 5 രൂപ ഗ്യാസ് ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയും കുറേ ഉണ്ട് നടക്കാൻ. വീടെത്തിട്ട് എന്നിട്ട് വീഡിയോ എടുക്കാം. അയ്യോ അയ്യടാ ഉടുപ്പ് വരെ ഊഴി ചൂടെടുക്ക. ഇത് തേരിയ അയ്യോ പോയി ഇനി കിടക്കണം എനിക്ക്. അയ്യ താക്കോലെവിടെയാണോ? ഓക്കെ ഗൈസ് വീടെത്തി. അയ്യോ വീടെത്തി.
അപ്പം അറിയില്ല, വീഡിയോ ഇഷ്ടപ്പെട്ടതിനാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പിടിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ജമാൽ സൈനിങ് ഔട്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജമാൽ പോയി വരാം. ശുഭദിനം.